ലെൻസ് ഓർഗാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ വന്നിരിക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു സോപ്പ് മേക്കിങ് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസും ബേസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേസൊക്കെ ചോദിക്കുന്നവരെ ഏതൊക്കെ ഫ്ലേവറുള്ള എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ തന്നെ മോൾഡുകൾ നമ്മളുടെ കയ്യിലുള്ളത് ഇതൊക്കെയാണ് കേട്ടോ നമ്മളുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങിയപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇതിൻ്റെ ഒരു 4 എണ്ണം ഉണ്ടായിരുന്നു, കോംബോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് പിന്നെയൊക്കെ നമ്മൾക്ക് ഇപ്പോൾ ഓർഡർ വന്ന് കിടക്കുന്നതാണ്. അത് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാം കേട്ടോ. ആദ്യം കാണിച്ചത് ഒരു 100 ഗ്രാമിൻ്റെയൊക്കെ ഒരു സോപ്പ് നമുക്ക് അതിൽ നിന്ന് കിട്ടുമായിരുന്നു കേട്ടോ. ഇതൊരു ഫ്ലവറിൻ്റെ ഇപ്പോൾ ഇതൊരു 75 ഗ്രാമിൻ്റെയൊക്കെ ഒരു സോപ്പ് മോൾഡാണ് കേട്ടോ നമുക്കത്. പിന്നെയുള്ളത് സ്ക്വയറാണ് കേട്ടോ. സ്ക്വയറിൽ ഞാൻ ഇത് 100 ഗ്രാമിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 100 ഗ്രാമായിട്ട് കിട്ടുന്നില്ല കേട്ടോ. ഒരു 90 ഗ്രാം 92 95 അതിൻ്റെ ഉള്ളിലൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് റെക്റ്റാങ്കിളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. റെക്റ്റാങ്കിളും പിയേഴ്സിൻ്റെ ഷേപ്പുള്ള മോൾഡാണ് നമ്മൾ കൂടുതലും സോപ്പ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. എന്നാൽ അങ്ങനെയാണ്, അതാവുമ്പോൾ കാണാനും കുറച്ചുള്ള കാരണം കൊണ്ട് ഞാൻ ചെയ്യണതും നമ്മളോട് ആ ഒരു ഷേപ്പിലുള്ള സോപ്പുകളാണ് പിന്നെ കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളത് കേട്ടോ. ഇത് പിയേഴ്സിൻ്റെ ഒരു മോൾഡിലാണ്. ഇത് 90 ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ. പിന്നെ റെക്റ്റാങ്കിളിൻ്റെ കാണിച്ചത് നമ്മളുടെ 100 ഗ്രാമിൻ്റെ ആണ് കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിൽ ഹണി ബീഡൊക്കെ ഉണ്ട്, നമ്മളത് സോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഹണി ബീഡ് ഒരു മോൾഡും കൂടി ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇത് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്പർ നമ്മൾ ആഡ് ചെയ്യാം, നമ്മളോട് ആവശ്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ ഫ്രഷ് ജ്യൂസ് അല്ലാതെ നമ്മൾ കുറച്ച് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തേക്കണത് വെളിച്ചെണ്ണയാണ് നമ്മൾ കാണിച്ചത്. പിന്നെ ഇത് നമ്മളുടെ മുൾട്ടാനിമിറ്റിയാണ് കേട്ടോ. ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്ന പൊടികൾ പൗഡേഴ്സ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ കയ്യിലില്ല കേട്ടോ. ഇപ്പം നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോൾ മോൾഡ്, ഫ്രാഗ്രൻസ്, ബേസൊക്കെ സോപ്പ് ബേസ് അതൊക്കെയാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ ഇത് കാണിച്ചത് മറ്റേ ഇതാണ് നമ്മുടെ ആലോവേര ജെല്ലിന്. പിന്നെ ഒലീവ് ഓയിലാണ് കേട്ടോ. ഒലീവ് ഓയിലൊക്കെ നമ്മൾ കുറച്ച് അധികമായിട്ട് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മളുടെ യൂസിനാകുമ്പോൾ നമ്മളിങ്ങനെ ചെറിയ ബോട്ടുകളിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഗ്ലിസറിനാണ് കേട്ടോ. നാൽപ്പാമരാതിൻ്റെ വെളിച്ചെണ്ണയാണ്. നാൽപ്പാമരാതി വെളിച്ചെണ്ണ നമ്മളിവിടെ അടുത്തുള്ള ഒരു ആയുർവേദശാലകളിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ. പിന്നെ ഇത് റോസ് വാട്ടറാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ റോസിൻ്റെ പൗഡറാണ് കേട്ടോ. റോസ് പെറ്റൽസ് ഇല്ലല്ലോ, റോസ് പെറ്റൽസ് നമ്മളുടെ വീട്ടിലുള്ള റോസ് തന്നെ, റെഡ് റോസുകൾ നമ്മൾ ഉണക്കി അതിൻ്റെ പൗഡറാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിൽ ശംഖുപുഷ്പത്തിന് ഉണ്ടായിരുന്നു, അതിപ്പോൾ നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കുന്നതാണ് കേട്ടോ. ഇത് നമ്മളുടെ ചന്ദനത്തിൻ്റെ പൊടിയാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ ആയുർവേദശാലകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. മറ്റേ മസ്ക് ടെർമറിക്കിൻ്റെ വൈൽഡ് ടെർമറിക്കാണ്. നല്ല റിവ്യൂ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കുക കേട്ടോ. ഇത് നമ്മുടെ മഞ്ചിഷ്ടയുടെ പൗഡറാണ്. മഞ്ചിഷ്ട പൗഡർ നമ്മൾ അടുത്തുള്ള ആയുർവേദ ശാലയിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഓയിൽസൊക്കെ, ഫ്രാഗ്രൻസ് ഓയിൽസൊക്കെ നമ്മളുടെ കയ്യിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടായിരിക്കുന്നത്. ഇതുള്ളത് സാൻഡലിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് നമ്മൾ ഫ്രാഗ്രൻസ് എടുത്തതായിരുന്നു. നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അതാണ് അതിനെക്കുറിച്ചുള്ളൊരു റിവ്യൂ പറയാത്തത്. അത് കാരണം നമുക്കത് യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ. പിന്നെ ഫ്രാഗ്രൻസ് വേണ്ടവരും നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഇതൊക്കെയാണ് നമ്മളുടെ കയ്യിലുള്ള ബേസുകൾ കേട്ടോ. ഇത് നമ്മുടെ എസെൻസ് ബേസ്ഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് സാഫ്രോണാണ് കേട്ടോ. നമ്മളുടെ കുങ്കുമപ്പൂവിൻ്റെ എസെൻസ് ബേസ്ഡ് ആയിട്ടുള്ള ബേസാണ് കേട്ടോ. ഇത് കോഫി ബേസ്ഡാണ്. പിന്നെ ഇത് കുക്കുംബറാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ 1 kg വരുന്നതാണ് കേട്ടോ. 1 kg ഗ്ലിസറിൻ ബേസ്ഡ് ആയിട്ടുള്ള എസെൻസ് ആയിട്ടുള്ള ബേസാണ് കേട്ടോ അത് വരുന്നത്. പിന്നെ ചാർക്കോളാണ് നമ്മുടെ ഇത് കൂടുതൽ നമുക്ക് സെയിലാവുന്ന ഒരു സോപ്പ് എന്ന് പറയുന്നത്. ചാർക്കോളും മുൾട്ടാനിമിറ്റിയാണ് കേട്ടോ. അത് കോമ്പിനേഷനിലും പോവാറുണ്ട്, അല്ലാണ്ടും പോവാറുണ്ട്. പിന്നെ ഇത് സാൻഡലിൻ്റെ ബേസാണ്.
സാൻഡലിൻ്റെ ബേസിലൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ബേസാണ് കേട്ടോ. നമ്മൾ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മളിത് റോസാണ് കേട്ടോ. റോസിൻ്റെ നമ്മൾ റോസ് വാട്ടർ ആക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ഇപ്പോൾ നമ്മൾ കാണിച്ചതാണ് കേട്ടോ. ഇത് നമ്മൾ സിംഗിൾ പീസ് അല്ല, നമ്മുടെ കയ്യിൽ ബൾക്കായിട്ട് ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഡ്രസ്സൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. മിൻ്റാണിത്, മിൻറ്റ് ഫ്ലവറാണ്. ഇത് ഗോഡ് മിൽക്കിൻ്റെ ബേസാണ് കേട്ടോ. ഗോഡ് മിൽക്കിൻ്റെ ബേസ് നമ്മളുടെ നിന്ന് ഒരുപാട് പോവാറുള്ളതാണ്. പിന്നെ ഇത് മുൾട്ടാണി മിട്ടിയാണ് കേട്ടോ. മുൾട്ടാണി മിട്ടിയുടെ ബേസാണ്. പിന്നെ വരുന്നത് നമ്മളുടെ കയ്യിൽ ഷിയ ബട്ടറാണ് കേട്ടോ. ഷിയ ബട്ടറിൻ്റെ നമ്മളുടെ നിന്ന് ചോദിക്കുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. നമുക്ക് നമ്മളുടെ നിന്ന് കിട്ടാനും കുറച്ച് റേറ്റുള്ളൊരു ബേസാണ് കേട്ടോ. ഷിയ ബട്ടർ കുട്ടികൾക്കൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന സോപ്പൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കണം തന്നെ ആണെങ്കിൽ ഷിയ ബട്ടറിൽ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ഇത് കോക്കനട്ട് ബേസാണ്, കോക്കനട്ട് മിൽക്ക് ബേസാണ് കേട്ടോ. പിന്നെ വരുന്നത് നമ്മുടെ ഗ്ലിസറിൻ ബേസാണ്. ഗ്ലിസറിൻ ബേസ് നമ്മളുടെ കയ്യിൽ ഒരുപാട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മളുടെ കയ്യിൽ ഉണ്ട് കേട്ടോ, അവൈലബിൾ ആണ്. അപ്പോൾ പാരബൻ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ക്വാളിറ്റി ബേസാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് നമ്മളുടെ നിന്ന് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ സോപ്പ് ഉണ്ടാക്കാനൊക്കെ ചെയ്യണവർ മസ്റ്റായിട്ടൊന്ന് വാങ്ങിച്ച് വെക്കുന്നതാണ്. ഇതൊന്ന് വെയ്റ്റിംഗ് മെഷീൻ കേട്ടോ. ഇത് ഓൺലൈനായിട്ടൊക്കെ കിട്ടുമായിരിക്കും. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കൊക്കെ ഒന്ന് മെഷർ ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അടുത്തൊരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു, ബൈ.